നമസ്കാരം, എല്ലാവർക്കും കെമിസ്ട്രിയുടെ അടുത്ത വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥയെക്കുറിച്ചാണ്. ഓക്സീകരണാവസ്ഥ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പറിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓക്സീകരണം നിരോക്സീകരണം നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. ഒരു രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം ഓക്സീകരണം, അങ്ങനെ നിരോക്സീകരണം പഠിച്ചു കഴിഞ്ഞു. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന ആറ്റത്തിന് പറയുന്ന പേരെന്താ? നിരോക്സീകാരി, റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആറ്റത്തിന് പറയുന്ന പേരാണെന്ത്? ഓക്സീകാരി അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് ഈ കെമിസ്ട്രി 9ാം ക്ലാസ് കെമിസ്ട്രിയിൽ 3ാമത്തെ പാഠത്തിൽ അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് ഓക്സിഡേഷൻ നമ്പർ. എന്താണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഓക്സീകരണാവസ്ഥ എന്ന് പറഞ്ഞാൽ? ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു രാസസമവാക്യം ഇവിടെ പരിചയപ്പെടാം. ഒരു കെമിക്കൽ ഇക്വേഷൻ നമുക്കറിയാം. ഹൈഡ്രജനും ക്ലോറിനും കൂടിച്ചേരുമ്പോൾ H2+Cl2 ഗിവ്സ് എന്താണ്? 2HCl അല്ലേ. ഹൈഡ്രജനും ക്ലോറിനും കൂടിച്ചേരുമ്പോൾ എന്തുണ്ടാവുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവുന്നു നമുക്കറിയാം അല്ലേ. അപ്പോൾ H2+Cl2 എന്നുണ്ട്. കാരണം H2 അല്ല, ഹൈഡ്രജൻ എപ്പോഴും ഡയറ്റോമിക് തന്മാത്രയാണ്. ക്ലോറിൻ അതുപോലെ തന്നെ എന്താണ്? ഒരു ഡയാറ്റോമിക് തന്മാത്ര എന്നറിയാം. അപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും കൂടിച്ചേർന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവുന്നു. ഓക്കെ, ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് തരം സംയുക്തമാണ്? അയോണിക് സംയുക്തമാണോ അതോ ഒരു സഹസംയോജക സംയുക്തമാണോ? അയണിക്കാണോ കോവാലൻ ബോണ്ടിക്കാണോ? എങ്ങനെയാണ് എന്താവുന്നത്? ഇവിടെ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു കോവാലൻ്റ് കോമ്പൗണ്ട് ആണ് അല്ലേ. ഒരു കോവാലൻ്റ് കോമ്പൗണ്ട് അല്ലെങ്കിൽ എന്താണ്? ഒരു സഹസംയോജക സംയുക്തമാണ്. സഹസംയോജക സംയുക്തമാണ് അല്ലേ. നമ്മൾ രാസബന്ധനം എന്ന് പറയുന്ന പാഠത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് പരിചയപ്പെടുന്നുണ്ട് അല്ലേ, പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഹൈഡ്രജനും ക്ലോറിനും അവയുടെ അവസാന ശരീരത്തിൽ ഓരോരോ ഇലക്ട്രോണുകളെ പരസ്പരം പങ്കുവെച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ഈ സ്ഥിരത കൈവരിക്കും അല്ലേ. അപ്പോൾ ഇത് ഏത് രാസബന്ധനമാണ്? ഇവിടെ നടക്കുന്ന രാസബന്ധനം സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലൻ ബോണ്ടിങ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഓക്സിഡേഷൻ നമ്പർ, അതിലേക്ക് നമ്മൾ കടന്നു വരാം. ഇപ്പോൾ ഇതൊരു കോവാലൻ ബോണ്ട് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനമാണെന്ന് പറഞ്ഞു. ഇനി ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഏത് പദാർത്ഥവും, നമുക്ക് മുമ്പിലുള്ള ഏത് പദാർത്ഥവും അവിടെ നടക്കുന്ന രാസബന്ധനം അയോണിക രാസബന്ധനമായി പരിഗണിക്കുകയാണെങ്കിൽ, അസ്യൂം ചെയ്യുകയാണെങ്കിൽ, മനസ്സിലായല്ലോ. ഇപ്പോൾ ഏത് പദാർത്ഥം നമ്മുടെ മുമ്പിലിരിക്കുന്ന ഏത് പദാർത്ഥം എന്താണ്? ആ പദാർത്ഥം ഒരു അയോണിക സംയുക്തമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പദാർത്ഥം അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ ബോണ്ടി, അവിടെ ഉണ്ടാകുന്ന രാസബന്ധനം അയോണികമായിട്ട് അയണിക്കായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടും അല്ലേ. അയണിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അല്ലേ, അയോണിക് രാസബന്ധനം എന്ന് പറഞ്ഞാൽ അല്ലേ, ഇലക്ട്രോണുകളുടെ കൈമാറ്റം മൂലം ഉണ്ടാകുന്ന രാസബന്ധനമാണത് അയോണിക് രാസബന്ധനം എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതിലേക്ക് കടന്നു വരികയാണ്. എന്താണ്? നമ്മുടെ മുമ്പിലിരിക്കുന്ന ഏത് പദാർത്ഥവും അവിടെ നടക്കുന്ന രാസബന്ധനം അയോണികമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ആ പദാർത്ഥത്തിന് രൂപം കൊള്ളുന്ന ചാർജിനെ വിളിക്കുന്ന പേരാണിത് ആ പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ആ മൂലകത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മളിവിടെ പരിചയപ്പെടുന്ന ഒരു സമവാക്യം രാസപ്രവർത്തനത്തിൽ എന്താണ്? ഇവിടെ നടക്കുന്ന രാസബന്ധനം അയോണികമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഇതിലെല്ലാ ആറ്റങ്ങൾക്കും രൂപം കൊള്ളുന്ന ചാർജിനെ വിളിക്കുന്ന പേരാണിത് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ വരുന്നതിനും പോകുന്നതിനനുസരിച്ചുണ്ടാവും ഈ ഓരോ ആറ്റങ്ങൾക്കും എന്തുണ്ടാവും? അതിൻ്റേതായ ചാർജ് കൈവരുന്നു. ആ ചാർജിനെ വിളിക്കുന്ന പേരാണിത് ആ മൂലകത്തിൻ്റെ അല്ലെങ്കിൽ ആ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ കണക്കാക്കുന്ന വിധം അതിന് പഠിക്കാൻ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ഓക്സിഡേഷൻ നമ്പറുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഒന്നാമത് പഠിക്കാനുള്ളത് എന്താ? നമ്മുടെ കയ്യിലിരിക്കുന്ന ഏത് സംയുക്തം എന്താണ്? അയോണിക് ആയിട്ട് പരിഗണിക്കണം അല്ലേ. അയോണിക് സംയുക്തമായിട്ട് പരിഗണിക്കണം. നമ്മുടെ മുന്നിലിരിക്കുന്ന ഏത് കോമ്പൗണ്ട് ഒരു അയോണിക് സംയുക്തമായിട്ട് പരിഗണിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഇതൊരു രാസപ്രവർത്തനമാണ്, ഇതൊരു രാസസമവാക്യമാണ്. ഓക്കെ, ഇതിൽ ചില ആറ്റങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥ ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇതൊരു മൂലകാറ്റായിട്ട് നിൽക്കുക, ഇത് മൂലകമായിട്ട് നിൽക്കുകയാണ് അല്ലേ, അല്ലെങ്കിൽ ഇതൊരു തന്മാത്രയായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഇത് 2 തന്മാത്ര, ഹൈഡ്രജൻ്റെ ഒരു തന്മാത്ര, ഹൈഡ്രജൻ്റെ മോളിക്യൂൾ, ഇത് ക്ലോറിൻ്റെ ഒരു തന്മാത്ര, അല്ലെങ്കിൽ ഇത് ഓരോരോ മൂലകങ്ങളായിട്ട് സ്വതന്ത്ര അവസ്ഥയിൽ നിൽക്കുകയാണ് അല്ലേ. രാസപ്രവർത്തനം നടക്കുന്നതിന് മുമ്പ് ഇതെന്താണ്? ഹൈഡ്രജനും ക്ലോറിനും കൂടി ചേർന്ന സംയുക്തമാണ്, ഇതൊരു കോമ്പൗണ്ടാണ്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ നിയമം പറയുന്നത് ഒരു മൂലക ആറ്റം അല്ലെങ്കിൽ ഒരു തന്മാത്ര സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്താണ്? അവിടെ ആ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ തന്മാത്രയുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കുമെന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കോമ്പൗണ്ട് അയണിക്കായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഈ ഹൈഡ്രജനും ക്ലോറിനും അതിൻ്റേതായ ഓക്സിഡേഷൻ നമ്പർ ഉണ്ടാവും. എങ്ങനെ വരുന്നത് ഞാൻ പറയാം. ഓക്കെ, അതായത് ഒരു പദാർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിൽ ഏതെല്ലാം ആറ്റങ്ങളുണ്ടോ, ഏതെല്ലാം ഘടകങ്ങളുണ്ടോ അവയുടെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ കിട്ടേണ്ട തുക എത്രയായിരിക്കണം? 0 ആയിരിക്കണമെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കണക്കാക്കാൻ നമ്മൾ പ്രധാനമായിട്ട് ഈ 3 നിയമങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്താണ്?
ഒന്ന് നമുക്ക് മുമ്പിൽ ഒരു കോമ്പൗണ്ട് ഒരു അയണിക് കോമ്പൗണ്ട് ആയിട്ട് പരിഗണിക്കാം. ഓക്കെ, ഇനി ഒരു എലമെൻറ്റ് ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ, ഒരു മൂലകം ഫ്രീ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ആ മൂലകത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അടുത്തത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കോമ്പൗണ്ട്, ഒരു സംയുക്തം കിട്ടിക്കഴിഞ്ഞാൽ ആ സംയുക്തത്തിൽ ഘടക ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇതാണ് ഓക്സിഡേഷൻ നമ്പറുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ വരുന്നത്, എന്തൊക്കെയാണ് ഓക്സിഡേഷൻ നമ്പറുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ലോസ് നമ്മൾ ചർച്ച ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കൊടുത്തുകൊണ്ട് ഒരു സമവാക്യത്തെ എങ്ങനെ മാറ്റി എഴുതാമെന്ന് നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, നമുക്ക് നിങ്ങൾ എക്സാമിന് പരീക്ഷയ്ക്ക് ചോദിക്കും, ഓക്സിഡേഷൻ നമ്പർ കൊടുത്തുകൊണ്ട് ഇക്വേഷൻസിന് എഴുതാൻ ചോദിക്കും. ഓക്കെ, ഒന്നുമില്ല, സാധാരണ കെമിക്കൽ ഇക്വേഷൻ എഴുതുക, ബാലൻസ്ഡ് ആണെങ്കിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക, എന്നിട്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ മുകളിൽ ചേർക്കാം. ഓക്കെ, ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും അല്ലേ, ഹൈഡ്രജൻ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കട്ടോ. ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ചാൽ, നമ്മളൊരു അസ്യൂം ചെയ്യാണ്, സങ്കല്പിക്കുകയാണ്, ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു. മനസ്സിലായല്ലോ? ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ആർക്ക് കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു? ക്ലോറിന് കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു. ക്ലോറിന് ആ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതായിട്ടും അസ്യൂം ചെയ്യാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഹൈഡ്രോക്ലോറിക് ആസിഡ് എങ്ങനെയെന്ന് പറയുന്ന സംയുക്തം ഒരു സഹസംയോജക സംയുക്തമാണ്. പരസ്പരം ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യാണ് ഹൈഡ്രജനും ക്ലോറിനും. പക്ഷേ ഇവിടെ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കണക്കാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, ക്ലോറിൻ ആ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതായിട്ടും സങ്കല്പിക്കുന്നു. അങ്ങനെ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഒരു ചാർജ് ലഭിക്കും അല്ലേ? ആ ചാർജിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓക്സിഡേഷൻ നമ്പർ. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് പോയി കഴിഞ്ഞാൽ ഹൈഡ്രജന് ഒരു പോസിറ്റീവ് ചാർജ് ലഭിക്കും. എന്താണ്? ഒരു പോസിറ്റീവ് ചാർജ് ലഭിക്കും. അതിന് നമുക്ക് +1 +1 എന്ന് രേഖപ്പെടുത്താം. ക്ലോറിൻ ഹൈഡ്രജൻ വിട്ടുകൊടുത്ത ഒരു ഇലക്ട്രോണെ സ്വീകരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ക്ലോറിന് ലഭിക്കുന്ന ചാർജ് എന്താ? ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ആറ്റം ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഇലക്ട്രോണിനെ സ്വീകരിച്ചാലോ ക്ലോറിന് ഒരു നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. അതിനെ -1 എന്ന് രേഖപ്പെടുത്താം. എന്താണ്? -1. അപ്പോൾ ഹൈഡ്രജൻ്റെ ചാർജ് എന്തായിരുന്നു? +1 ആയിട്ട് മാറി, ക്ലോറിൻ്റെ ചാർജ് -1 ആയിട്ട് മാറി. എങ്ങനെയാണ് ഇത് വന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന രാസപ്രവർത്തനത്തിൽ നമ്മൾ ഒരു സാങ്കല്പികമായിട്ട് ഒരു കാര്യം പറയണം. എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന രാസപ്രവർത്തനത്തിൽ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കുന്നതായിട്ട് പരിഗണിക്കുന്നു. ക്ലോറിൻ ആ ഇലക്ട്രോണിനെ ഹൈഡ്രജൻ വിട്ടൊരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതായിട്ട് പരിഗണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഒരു പോസിറ്റീവ് ചാർജ് ലഭിക്കും. ഇലക്ട്രോണ് പോയ ഒരു പോസിറ്റീവ് ചാർജ്. ക്ലോറിൻ ആ ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്ലോറിന് ഒരു നെഗറ്റീവ് ചാർജ് ലഭിക്കും. അത് -1 ആയിട്ട് രേഖപ്പെടുത്തി. ഇതാണ് ഈ രാസപ്രവർത്തനത്തിലെ ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും ഓക്സിഡേഷൻ നമ്പറുകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയുള്ള എന്താ? ഇലക്ട്രോണുകൾ വരുന്നതിന് പോകുന്നതിനനുസരിച്ച് ഓരോ ആറ്റത്തിനും രൂപം കൊള്ളുന്ന ചാർജിനെ വിളിക്കുന്ന പേരാണിത് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇലക്ട്രോണുകളുടെ കൈമാറ്റം മൂലം ഓരോ ആറ്റത്തിനും ലഭിക്കുന്ന ചാർജിനെ വിളിക്കുന്ന പേരാണിത് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടുപിടിച്ച ഹൈഡ്രജൻ്റെ ക്ലോറിനെയും. അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കൊടുത്തുകൊണ്ട് ഈ സമവാക്യത്തെ എങ്ങനെ മാറ്റി എഴുതാം? ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0. ഓക്സിഡേഷൻ നമ്പർ പ്രതീകത്തിൻ്റെ സിമ്പലിൻ്റെ തൊട്ട് മുകളിലാണ് രേഖപ്പെടുത്തുന്നത്. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0. എങ്ങനെയാണ് ഇവിടെ 0 കിട്ടിയത്? ഞാൻ ഓക്സിഡേഷൻ നമ്പറുമായി ബന്ധപ്പെട്ട ഒരു നിയമം നേരത്തെ പറഞ്ഞാൽ എന്താ? ഒരു മൂലകം ഒരു തന്മാത്ര സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ, ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ, ഇതിപ്പോൾ H2 മാത്രമാണ്, ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ മൂലകത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ Cl2 ഇതും ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ് അല്ലേ? ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ? ഇതിൻ്റെ എന്താണ്? 0 എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ 0. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ എങ്ങനെ വന്നു? ഹൈഡ്രജൻ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നു, ഒരു പോസിറ്റീവ് ചാർജ് ക്ലോറിൻ ഇലക്ട്രോൺ സ്വീകരിക്കുന്നു. അതുകൂടെ എഴുതിയാൽ മതി. ഹൈഡ്രജനിലൂടെ +1 ക്ലോറിൻ്റെത് എന്താണ്? നേരെ മുകളിൽ എഴുതുക -1. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ സമവാക്യത്തെ മാറ്റി എഴുതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓക്സിഡേഷൻ നമ്പറുമായിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയാം. ഇവിടെ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ രാസപ്രവർത്തനം നടക്കുന്നതിന് മുമ്പേ എത്രയായിരുന്നു? അപ്പോൾ നമ്മൾ ഈ ഓക്സിഡേഷൻ നമ്പർ കൊടുത്ത ഈ സമവാക്യം നോക്കുക. ഓക്കെ, ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആദ്യം എത്രയായിരുന്നു? 0. രാസപ്രവർത്തനം നടക്കുന്നതിന് മുമ്പ് ഓക്സിഡേഷൻ നമ്പർ ഹൈഡ്രജൻ്റെ എത്രയായിരുന്നു? 0. കാരണം ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. രാസപ്രവർത്തനം നടന്നു കഴിഞ്ഞപ്പോഴോ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആയി അല്ലേ? +1 ആയിട്ട് ഉയർന്നു അല്ലേ? +1 ആയിട്ട് മാറി. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ നമ്പർ കൂടുതലല്ലേ ചെയ്ത്?
അല്ലേ? 0ത്തിൽ നിന്ന് +1 പോയി അല്ലേ? ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആദ്യം എത്രയായിരുന്നു? 0 ആയിരുന്നു. 0ത്തിൽ നിന്ന് അത് +1 ആയിട്ട് മാറി. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആദ്യം എത്രയായിരുന്നു? ആദ്യം 0 ആയിരുന്നു അല്ലേ? 0ത്തിൽ എന്തായിട്ട് മാറി? അതെന്തായിട്ട് -1 ആയിട്ട് മാറി അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0ത്തിൽ നിന്ന് +1, അപ്പോൾ കൂടുകയാണ് ചെയ്തത് അല്ലേ? ഇവിടെ എന്താണ് കൂടി? ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കൂടി. ഇവിടെ എന്താണ് 0ത്തിൽ നിന്ന് -1 ആയി. 0ത്തിന് താഴെ -1. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? കുറഞ്ഞു. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു രാസപ്രവർത്തനത്തിൽ ഓക്സിഡേഷൻ നമ്പർ, ഹൈഡ്രജൻ ഓക്സിഡേഷൻ നമ്പർ കൂടി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു രാസപ്രവർത്തനത്തിൽ ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന, ഇൻക്രീസ് ചെയ്യുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ഓക്കെ. ഓക്സിഡേഷൻ ഓക്കെ. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം ഓക്സിഡേഷൻ. അങ്ങനെയാണെങ്കിൽ ക്ലോറിൻ എന്താ സംഭവിച്ചത്? ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആദ്യം 0 -1 ആയിട്ട് കുറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന ഒരു രാസപ്രവർത്തനത്തിൽ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണെന്ത്? റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം. എന്താണ്? നിരോക്സീകരണം. റിഡക്ഷൻ എന്ന് പറയും. ശ്രദ്ധിക്കുക, ഞാനിവിടെ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടോ. ഓക്സീകരണം. ഓക്സിഡേഷൻ എന്താ പറയുക? ഓക്സീകരണം. പിന്നെന്താണ്? നിരോക്സീകരണം. ഒന്നുകൂടെ മാറ്റി എഴുതാം. എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം ഓക്സിഡേഷൻ. മലയാളത്തിൽ എന്ത് പറയും? ഓക്സീകരണം. ഒരു രാസപ്രവർത്തനത്തിൽ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനമാണെന്ത്? നിരോക്സീകരണം. ഇംഗ്ലീഷ് എന്ത് പറയും? റിഡക്ഷൻ. എന്താണ്? റിഡക്ഷൻ. അപ്പോൾ നമ്മൾ ഓക്സീകരണം, നിരോക്സീകരണം, ഓക്സിഡേഷൻ, റിഡക്ഷൻ നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ്? നേരത്തെ നമ്മൾ ഇതിനൊരു ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു രാസപ്രവർത്തനം ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം ഓക്സിഡേഷൻ, ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രവർത്തനം റിഡക്ഷൻ, നിരോക്സീകരണം. അത് തന്നെയാണ്, സെയിം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഇവിടെ 6 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് ഹൈഡ്രജന് 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതായിട്ട് പരിഗണിക്കും അല്ലേ? അങ്ങനെയാണ് ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ് വന്ന്. അപ്പോൾ ഹൈഡ്രജനിൽ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണം, ഓക്സിഡേഷൻ ഓക്കെ. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു ഡെഫിനേഷൻ കൂടിയുണ്ട്. അതാണ് പറഞ്ഞത്. എന്താണ്? ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനമാണ് ഓക്സിഡേഷൻ, ഓക്സീകരണം ഓക്കെ. ഇനി ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം, റിഡക്ഷൻ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് മറ്റൊരു ഡെഫിനേഷൻ കൂടെ എന്ത്? ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനമാണെന്ത്? നിരോക്സീകരണം, റിഡക്ഷൻ. രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഈ രാസപ്രവർത്തനത്തിൽ ആർക്കാണ് ഓക്സീകരണം സംഭവിച്ചത്? ഓക്സീകരണം സംഭവിച്ച ആറ്റം ഏതാണ്? ഹൈഡ്രജൻ. ഓക്സിഡേഷൻ സംഭവിച്ച ആറ്റം ഏതാണ്? ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ച ആറ്റം ഹൈഡ്രജനാണ്. റിഡക്ഷൻ, നിരോക്സീകരണം സംഭവിച്ച ആറ്റം ഏതാണ്? ക്ലോറിൻ അല്ലേ? ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് ഓക്സിഡേഷൻ നമ്പർ കൂടിയത് ഹൈഡ്രജൻ. നിരോക്സീകരണം, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞ ആർക്കാണ്? ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് കുറഞ്ഞത്. രാസപ്രവർത്തനം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ Cl -1 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇതിലെ നിരോക്സീകാരി ആരാണ്? ഈ രാസപ്രവർത്തനത്തിലെ നിരോക്സീകാരി അല്ലെങ്കിൽ ഓക്സീകാരി, ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻറ്റ്, ഇത് ആരൊക്കെയാണ്? എന്താണ് നിരോക്സീകാരി എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആറ്റത്തിന് പറയുന്ന പേരാണ്ട് നിരോക്സീകാരി. അപ്പോൾ ഏതാണ് നിരോക്സീകാരി? ഹൈഡ്രജൻ. ഓക്സീകാരി ആരാണ്? ഓക്സിഡൈസ് ഇലക്ട്രോണിനെ നേടുന്ന ആറ്റം ആരാണ്? ക്ലോറിൻ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ. അപ്പോൾ ഇതേപോലെ ഓക്സിഡേഷൻ നമ്പറുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു സമവാക്യം ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ. അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ നമ്പർ കിട്ടിയെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ഒരു എക്സാമ്പിളും കൂടി നമുക്കൊന്ന് നോക്കാം. അടുത്തൊരു രാസപ്രവർത്തനം കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും നമുക്കറിയാം അല്ലേ? ആ ഒരു രാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ട രാസസമവാക്യത്തെ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കൊടുത്തുകൊണ്ട് ഇവിടെ മാറ്റി എഴുതിയിട്ടുണ്ട് ഓക്കെ. ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് കാർബൺ ഡൈ ഓക്സിഡേഷൻ നമ്പർ. രാസപ്രവർത്തനം നടക്കുന്നതിന് മുമ്പ് ഇത് അഭികാരങ്ങളും ഇത് ഉൽപ്പന്നങ്ങളാണ്. രാസപ്രവർത്തനം നടക്കുന്നതിന് മുമ്പ് 0, ഓക്സിജൻ്റെ 0. രാസപ്രവർത്തനം നടന്നു കഴിഞ്ഞപ്പോൾ കാർബൺ ഡൈ ഓക്സിഡേഷൻ നമ്പർ +4 ആയിട്ട് ഉയർന്നിട്ടുണ്ട് അല്ലേ? +4 ആയിട്ടുണ്ട്. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും കുറഞ്ഞിട്ടുണ്ട് ഓക്കെ. ശ്രദ്ധിക്കുക ഇവിടെ സംഭവിക്കുന്ന പ്രോസസ്സ് എന്താണ്? ഇവിടെ ആരാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതായിട്ട് പരിഗണിക്കേണ്ടത്? ഈ സമവാക്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ? ആർക്കാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്? കാർബണിനാണ് അല്ലേ? അപ്പോൾ കാർബൺ ഇവിടെ +4 എന്ന് രേഖപ്പെടുത്തി. അതിനർത്ഥം എന്താ? കാർബൺ ഇവിടെ 4 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു ഓക്കെ. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ. ഇനി ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ രാസപ്രവർത്തനം നടന്നു കഴിഞ്ഞപ്പോൾ 0ത്തിൽ നിന്ന് -2 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓക്സിജൻ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണ് ഓക്സീകരണം ആർക്കാണ് നടന്നത്? കാർബൺ ഓക്സീകരണം സംഭവിച്ചു അല്ലെങ്കിൽ ഓക്സിജന് നിരോക്സീകരണം സംഭവിച്ചു അല്ലേ? ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്? സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കാം. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു അല്ലെങ്കിൽ ആരാണ് സ്വീകരിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഓക്സിഡേഷൻ നമ്പർ ആർക്കാണ് കൂടുന്നത് നോക്കുക.
ഇവിടെ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആദ്യം എത്രയായിരുന്നു? 0 കൊടുത്തത്. സമവാക്യത്തിൽ 0. 0ൽ നിന്ന് രാസപ്രവർത്തനം നടന്നപ്പോൾ +4 ആയിട്ട് മാറിയിട്ടുണ്ട്, ഉയർന്നു അല്ലേ? ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആദ്യം 0. ഒരു മൂലകം സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും 0 ആയിരിക്കും. സെൻട്രലിൽ രേഖപ്പെടുത്തണം കേട്ടോ, 0 ആയിരിക്കും. രാസപ്രവർത്തനം നടന്നു കഴിഞ്ഞപ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് -2 ആയിട്ട് മാറി. അപ്പോൾ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി. അപ്പോൾ കാർബണിൽ നടന്ന പ്രവർത്തനം ഓക്സിഡേഷൻ, ഓക്സിജനിൽ നടന്ന പ്രവർത്തനം റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം. ഓക്കെ, നിരോക്സീകരണം. ശ്രദ്ധിക്കുക. ഇനി ഇവിടെ +4 ഇവിടെ -2 ആണ്. നമുക്കറിയാം ഒരു സംയുക്തം കിട്ടിക്കഴിഞ്ഞാൽ ഈ സംയുക്തം അയോണികമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, അയോണികമായിട്ട് പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ സംയുക്തത്തിൽ ഏതെല്ലാം ഘടകങ്ങളുണ്ടോ, അതേതാ സംയുക്തം? കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കോമ്പൗണ്ട് അല്ലേ, ഈ കോമ്പൗണ്ടിൽ ഏതെല്ലാം ഘടകങ്ങളുണ്ടോ അവയുടെ ഈ ഏതെല്ലാം ഘടകങ്ങളുണ്ടോ ഈ ആറ്റം, അത് ഈ ഘടകങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഈ സംയുക്തത്തിലെ ആറ്റങ്ങളുടെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ നമുക്ക് കിട്ടേണ്ട ഉത്തരം എന്തായിരിക്കണം? 0 ആയിരിക്കണം, 0 ആയിരിക്കണം. അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് ഉത്തരം? ഇവിടെ +4, ഇവിടെ എന്താണ് -2 അല്ലേ? +4ഉം -2ഉം കൂട്ടിയാൽ 0 കിട്ടുമോ? ഇല്ല. +4ഉം -2ഉം കൂട്ടിയാൽ എന്ത് കിട്ടില്ല? 0 കിട്ടില്ല. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ +4 ആണെങ്കിൽ ഇവിടെ എന്താണോ? -4 ആണോ അല്ലേ? എങ്കിലും എന്തുണ്ടാവുള്ളൂ? 0, ക്യാൻസൽ, പരസ്പരം ക്യാൻസൽ ചെയ്തിട്ട് പോവുള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ശരിക്കും എന്താണ്? ഈ സംയുക്തത്തിലെ ഘടകാറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എന്താ? 0 തന്നെയാണ്. എങ്ങനെയാണ് വരുന്നത്? ശ്രദ്ധിക്കുക. ഇവിടെ +4 ആണ്. കാർബണിൻ്റെ എന്താണ്? +4 ആണ് രേഖപ്പെടുത്തിയത്. +4 എന്താണ്? ഓക്സിജൻ്റെ എത്രയാണ്? -2 ആണ് ഓക്സിഡേഷൻ നമ്പർ രേഖപ്പെടുത്തിയത്. അപ്പോൾ +4ഉം -2ഉം കൂട്ടിയാൽ എന്താണ്? നമുക്ക് 0 കിട്ടില്ല. എങ്ങനെ 0 കിട്ടണം? +4ഉം -4ഉം കൂട്ടിയാൽ 0 കിട്ടും. പക്ഷേ ശരിക്കും ഇവിടെ -4 വരുന്നുണ്ട്. കാരണം എന്താ? ഇവിടെ ഓക്സിജൻ്റെ 2 ആറ്റങ്ങളുണ്ട്. ഓക്സിജൻ്റെ 2 ആറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓക്സിജൻ്റെ ആകെ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥ അല്ലെങ്കിൽ ആകെ ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോൾ ഇത് നോക്കണ്ട. ആകെ ഈ ഓക്സിജൻ 2 ആറ്റങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ ഓക്സിജൻ ആകെ ചാർജ് എന്ന് പറഞ്ഞാൽ ശരിക്കും -4. കാരണം എന്താ? 2 ആറ്റങ്ങളുണ്ട്. 2 × -2. 2 × -2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × -2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -4 ആണ്. എത്രയാണ്? -4 ആണ്. ഓക്കെ, അപ്പോൾ +4ഉം -4ഉം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? 0 ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക അല്ലേ? അപ്പോൾ ഇവിടെ ശരിക്കും -4 തന്നെയാണ്. അത് ഇങ്ങനെയാണ് വരുന്നത്. എന്താ? ഇവിടെ +4 ആണെങ്കിൽ ഇവിടെ -4 വരണം, എന്നാലേ പരസ്പരം ക്യാൻസൽ ചെയ്ത് 0 ആയിട്ട് മാറുള്ളൂ. ശരിക്കും ഇവിടെ -4 വരണം. എങ്ങനെ? 2 × 2 -4. അപ്പോൾ +4ഉം -4ഉം ഇത് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 0 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഓക്സീകരണം നിരോക്സീകരണമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. ഇതുപോലെ ഒരുപാട് സമവാക്യങ്ങൾ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതേപോലെ ഓക്സിഡേഷൻ നമ്പർ കൊടുത്തിട്ട് ഒരുപാട് സമവാക്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഇത് ചെയ്യാം. ഇതുപോലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ കണ്ടെത്തുക, ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.